ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മണ്ണന്തല മരുതൂർ പാലത്തിന് സമീപം KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാട്ടാക്കടയിൽ നിന്ന് പത്തനംതിട്ടയിലെ മൂഴിയാറിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കർണാടക രജിസ്ട്രേഷനുള്ള ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. രണ്ട് വാഹനങ്ങളും എതിർദിശയിലായിരുന്നു. ഈ ബസ്സിൽ ഏതാണ്ട് 16ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ 13 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ലോറി ഡ്രൈവറെ, അതായത് നമുക്ക് ഈ വാഹന ദൃശ്യങ്ങൾ തന്നെ കാണാം, ലോറിയുടെ മുൻഭാഗത്ത് സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് പൊട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തേക്കെടുത്തത്. ഡ്രൈവറിന്റെ മുഖത്ത് കാര്യമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലോറി ഡ്രൈവറിന്റെ കാലിന് ചെറിയ ഒടിവുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. മറ്റ് ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. രാവിലെ 6:15 കൂടിയായിരുന്നു അപകടം. ഈ അപകടത്തിൽ പത്തനംതിട്ടയിലെ മൂഴിയാറിലേക്ക് കാട്ടാക്കടയിൽ നിന്ന് പോയ KSRTC ബസ്സാണ് ഇടിച്ചത്. ബസ്സിൽ 16 യാത്രക്കാരുണ്ടായിരുന്നു. ആരുടെയും നില ഗുരുതരമല്ല. രാവിലെ 6:15 കൂടിയാണ്. കാരണം കൂടുതൽ യാത്രക്കാർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ കൂടി നിരത്തിൽ ഉണ്ടാവാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. എന്തായാലും ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇപ്പോൾ KSRTC ബസ് ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. നേരത്തെ MC റോഡിലടക്കം വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കുകൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വാഹന ഗതാഗതം MC റോഡ് വഴി വീണ്ടും സുഗമമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കിയത്. നേരത്തെ ഇതുവഴി ഏതാണ്ട് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പോലീസും ഫയർഫോഴ്സും ഏറെ പണിപ്പെട്ടാണ് ഇപ്പോൾ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട KSRTC ബസ് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. MC റോഡിലൂടെ വാഹന ഗതാഗതം സാധാരണ നിലയിലാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളുടെയും വട്ടപ്പാറ അതുപോലെ തന്നെ മറ്റ് സർവീസ് റോഡുകളുടെയും വാഹന ഗതാഗതം താൽക്കാലികമായി കടത്തിവിട്ടായിരുന്നു പോലീസ് വലിയ ഗതാഗത കുരുക്കിന് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടത്. നമുക്കറിയാം MC റോഡിലൊക്കെ വലിയ ഗതാഗത കുരുക്ക് കഴിഞ്ഞ കുറെ നാളായിട്ട് വെഞ്ഞാറമൂട്ടിലടക്കമുണ്ട്. അപ്പോൾ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ആശ്വാസമുണ്ടായിട്ടുണ്ട്. കാരണം KSRTC ബസ് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അധികം വൈകാതെ ലോറി കൂടി ഇവിടുന്ന് മാറ്റും. വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആർക്കും ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അപകടം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഇടപെടലിൽ ആളുകളെ കൃത്യമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അല്പസമയത്തിനകം ലോറി കൂടി ഇവിടുന്ന് മാറ്റി വാഹന ഗതാഗതം എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് പോലീസും ഫയർഫോഴ്സും പങ്കുവെക്കുന്നത്. തിരുവനന്തപുരം മരുതൂർ പാലത്തിൽ നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.